അപ്പോൾ തള്ളേ നമസ്കാരം. ഞാൻ നിറ്റി, തിരുവനന്തപുരത്ത് നിന്ന് വരണം. പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രസന്നരാജ് റീതാകുമാരി. എൻ്റെ നെയിം സ്പോൺസേർഡ് ബൈ എൻ്റെ പേടിച്ചുതൂറി അങ്കിൾ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബൈ റെൻസി രമേശ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ്. ഇതില്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും തരാണ്ട് പോയേ പോലെ ഇരിക്കണം, ചിരിച്ചോണ്ടിരിക്കും പിള്ളേരെ. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയണത് ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര പരദൂഷണമാണ്, കുറ്റം പറഞ്ഞിട്ടാണെന്നാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അനിയത്തെ പറ്റി പറയാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ അവളെ പറ്റി കുറ്റം പറയാനാണെന്ന്. അല്ല, അവൾ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കണത് എൻ്റെ അച്ഛൻ, അമ്മ, ഞാൻ, അവളുടെ പാവം ഹസ്ബൻഡ്. ഇവൾ എവിടെ ചെന്ന് തൊടുവോ അവിടെയൊക്കെ പൈസ ചിലവുണ്ടാക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഈ മുതലിനെ കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് നമ്മൾ. OLX-ൽ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാത്തത് കൊണ്ടും എക്സ്ചേഞ്ച് ഓഫറുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും എൻ്റെ പാവം ഇനി ഇവളെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടുത്ത ദിവസം ഇവൾ എന്നെ വിളിച്ചിട്ട് പറയണേടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഈ വിളി കേട്ടപ്പോഴേ എനിക്ക് ഏതാണ്ട് സുനാമി വരണ ബീലായിരുന്നു. കാരണം എൻ്റെ അക്കൗണ്ട് സീറോ ആക്കാനുള്ള വരവാണെന്ന് എനിക്കറിയാം. അപ്പം എന്തായാലും ചിലവാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പറഞ്ഞ് നിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിൽ ആ അരിയും കൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണേന്ന്. ഏതാണ്ട് 16 രൂപയ്ക്ക് 2 കിലോ അരിയാണ് കിട്ടണത്. ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോക്കാരനെയും കൊണ്ടുവന്നിട്ടുണ്ട് ആ ചേട്ടന് ഒരു 800 രൂപ കൊടുത്തേരേന്ന്. 16 രൂപയ്ക്ക് 2 കിലോ അരിക്ക് ഞാൻ 800 രൂപ കൊടുക്കണം. പറഞ്ഞു മേലാൽ ഇങ്ങോട്ടുള്ള ഒരു വരവ് നീ നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെ എല്ലാം നോക്കി, ഇനി ഞാൻ നിന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിച്ച് വണ്ടിയിലേ വരൂ. അങ്ങനെ എന്ത് വീട്ടിൽ പോയി ഇവൾ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ ചേർന്ന്. ഇവളുടെ കൂടെ പഠിച്ചവരെല്ലാം 1 മാസം കഴിഞ്ഞപ്പോൾ എച്ചെടുത്തു. പക്ഷെ ഇവളെടുത്തത് അപ്പുറത്തെ സജീവിന്റെ തട്ടുകട. അപ്പോൾ RT ഓഫീസിലുള്ളവരെല്ലാവരും ചിന്തിക്കുകയാണ് ഈ കൊച്ചുകുട്ടി എടുത്തത് A to Z വരെയുള്ളതിൽ ഏതക്ഷരമാണെന്ന് അവർ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഈ മുതൽ. ഇതൊക്കെ പറയുമ്പോഴും അവൾ ചില സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ അവൾ വേസ്റ്റാണ്. ഈ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ അടുത്ത് എൻ്റെ അനിയൻ പാവം പുള്ളി വീട്ടിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി പെട്ടെന്ന് ഭാഗത്തിൽ വേസ്റ്റുമായിട്ട് വരെയാണല്ലോ. അപ്പം ഇവള് ചാള കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളെന്താ 2 കൈയിലും കുറച്ച് ചാളത്തലയും കുടലും ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ പെയിന്റ് തേച്ചോണ്ടിരുന്നിടത്ത് മാക്ക് അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. അപ്പം പിന്നെ പറയണ്ടല്ലേ ബാക്കി. അപ്പം അലിയൻ്റെ മറ്റേ ഗ്രാഫ് ഉണ്ടല്ലേ അത് വീണ്ടും താന്നു. അപ്പം ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവളുടെ അടുത്തൊരു കല്യാണം കൂടി. അപ്പം സാധാരണ കല്യാണ വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും പൈസ കൊടുക്കണമല്ലോ. അപ്പം ഇവളെന്താ ചെയ്ത് 1000 രൂപ കൊടുക്കാമെന്ന് തീരുമാനിച്ച്. പോകുമ്പോൾ 3 പേരല്ലേ പോകത്തുള്ളൂ, മോള്, അവന്, അവളുടെ ഹസ്ബൻഡ്, അവക്ക്. അപ്പോൾ അവൾ എന്ത് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേനെയും വിളിച്ച് ഇവരൊരു ജാഥയായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ ബൊഫേ ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഇതൊന്നും അറിയില്ല. ഇവൾ ഏതാണ്ട് 1 മണിക്കൂർ വെച്ചിട്ട് ഈ സാധനം തീരണില്ല. അപ്പോൾ ഇവൾ വിചാരിക്കണേ എന്താണ് ഇതെന്താ അക്ഷയപാത്രമാണെന്ന്. അല്ല, ഇത് ചെറുക്കന്മാർ കൊണ്ടുവന്ന് ഇറക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. ഇത് ഫുള്ള് തിന്നു, ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഇതെല്ലാം തിന്നു. രാത്രി ആയപ്പോൾ ലൂസ് മോഷനും ഛർദിയും തുടങ്ങി. പിറ്റേന്ന് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഈ ഹോസ്പിറ്റലൊക്കെ കിടന്ന് ക്ഷീണിച്ച് തിണ്ണയിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് 3 കിലോ 100 എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോൾ ഓറഞ്ചാണ്. 3 കിലോ 100 കൊള്ളാം, ഭയങ്കര ലാഭമാണ്. പുള്ളിക്കാരൻ ഇന്ന് വരുമ്പോൾ ഞാൻ ഈ ലാഭം പുള്ളിക്കാരന് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് 200 രൂപ കൊടുത്ത് 6 കിലോ ഓറഞ്ച് വാങ്ങിച്ചു. വന്നോടനെ പുള്ളിയുടെ പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ലാഭം ഉണ്ടാക്കി. എന്തുവാണ്? അപ്പോഴാണ് പറയണത് 100 രൂപയ്ക്ക് 3 കിലോ ഓറഞ്ച് കിട്ടിയാൽ ഞാൻ 2 കിലോയും കൂടെ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 200 രൂപയ്ക്ക് 6 കിലോ ഞാൻ വാങ്ങി. അപ്പോഴാണ് പറഞ്ഞു എൻ്റെ പൊന്ന് തോൽവി, കടയിലാകെ 1 കിലോയ്ക്ക് 30 രൂപയുള്ളെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഏതാണ്ട് ചമ്മി നാറിയ അവസ്ഥയിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരുടെ അയൽക്കൂട്ടമുണ്ട്. ഈ അയൽക്കൂട്ടക്കാരെല്ലാം കൂടെ ടൂറ് പ്ലാൻ ചെയ്ത് 1600 രൂപയ്ക്ക് ഫാമിലി മൊത്തത്തിൽ പോവാം. ഇവർക്ക് വല്ലാത്ത സന്തോഷമായി. ഇവള് ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൂട്ടി പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു കൂടെ ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. ഈ പോണ വഴിക്ക് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ 40 പേരെയൊന്നും എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടാതിരിക്കുമല്ലോ. പുള്ളിക്കാരി മൂന്നാറിൽ എത്തിയപ്പോൾ പൊട്ടിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ 40 പേർക്കും ചിലവ് ചെയ്യേണ്ടി വന്നു. അപ്പോഴും പുള്ളിക്കാരൻ്റെ മറ്റേ അല്ലാതെ താന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവള് വീട്ടിൽ വന്ന ഉടനെ അടുത്ത ടൂർ പ്ലാൻ ചെയ്ത്. എവിടേക്ക്? ബാംഗ്ലൂരിലേക്ക്. അവളുടെ കുട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ 2 പേരും കൂടെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോയി. അവിടെ കാണാൻ പറ്റുന്ന ഏരിയ എല്ലാം കൂടെ നടന്നു പോയി കണ്ട്. പിന്നെ പോയത് MLT-യിലായിരുന്നു. ഇവളുടെ ഏതാണ്ട് ഒരു ഫ്രണ്ടിൻ്റെ MLT അവിടെ ഉണ്ടായിരുന്നു. ഇവരതിൽ ദൂരോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട്. ഈ പോണ വഴിക്ക് ഇവള് നേരത്തെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, പുള്ളിക്കാരനെ പുറകെ എടുത്ത് ഇവള് കയറി എല്ലാം അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി.
ഇത് ഏതാണ്ട് കുഴിയിൽ ചെന്ന് വീണ് ഇത് തവിട് പൊടിയായി. അപ്പം ആ പുള്ളിക്കാരന് പുതിയ വണ്ടി ബുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. തിരിച്ച് ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ 2 പാത്രമായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരൻ എൻ്റെ വീട്ടിൽ ഇവളെ കൊണ്ടുവന്നാക്കി. അപ്പോൾ ഇവൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വേസ്റ്റ് ഞാനിങ്ങനെ വാരി എറിയുമ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ഫുൾ സ്ട്രിപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് കളഞ്ഞെന്തെന്ന് വെച്ചാൽ നാളെ കൂടെ മാത്രമേ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇവളെ ഏതാണ്ട് ഭൂതം നിധി കിട്ടിയ കണക്ക് ഓടിപ്പോയി എടുത്തോണ്ട്, പെണ്ണെ നീ ഇതെന്തിനു കളഞ്ഞത്, ഇത് നാളെ കൂടെ ഉപയോഗിച്ചൂടെ? അപ്പം ഞാൻ പറഞ്ഞത് നാളെ എക്സ്പയർ ആവൂലേ. ഇവള് നേരെ പെരക്കകത്തോട്ട് പോയിട്ട് 2 കക്ഷത്ത് ഓരോ ഉള്ളിയൊക്കെ വെച്ച് തല വഴിയെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താടി കാണിക്കണത്? പെണ്ണെ ഇന്ന് വൈകിട്ട് എനിക്ക് പനി വരുമെന്ന്. അപ്പം എനിക്ക് ആ സ്ട്രിപ്പ് ഫുള്ള് ഉപയോഗിച്ചൂടെ? വൈകിട്ട് പനി വന്നെന്ന് മാത്രമല്ല 3 ദിവസം ആശുപത്രിയിലും കിടന്ന് എൻ്റെ അക്കൗണ്ട് 0 ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവക്ക് വേറൊരു സ്വഭാവമുള്ള, ഈ പൈല് അപ്പുറവും ഇപ്പുറവും ഉള്ളവർ എന്തൊരു കണ്ടാലും ഇവൾ അതുപോലെ ചെയ്യും, അനുകരിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലോക്ക്ഡൗൺ സമയമായപ്പോൾ കുറേ ചെടികൾ വാങ്ങിച്ച് തൂക്കിയൊക്കെ ഇട്ട് 4 വർഷം ഈ തൂക്കിയിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എവള് വിചാരിച്ചെന്നോ പൈസ കൊടുത്ത് ഇതൊന്നും വാങ്ങിക്കണ്ടെന്നും പറഞ്ഞ് ഏതാണ്ട് റബ്ബറിൻ്റെ ഇടയിൽ പോയി കുറേ വാഴക്കുമ്പും വാഴച്ചേനയൊക്കെ വാങ്ങിച്ച് ഈ പെരയുടെ മൊത്തത്തിൽ വരിയായിട്ട് അങ്ങ് വെക്കാൻ തുടങ്ങി. വരിയായിട്ട് വെച്ച് ലോക്ക്ഡൗൺ തീർന്നപ്പോഴേക്കും അവിടെ മൊത്തം ഫുള്ള് കാടായി. പാമ്പ് ഇഴജന്തുക്കളെ ശല്യം കാരണം നാട്ടുകാരെല്ലാം കൂടെ പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് ഇത് മൊത്തം JCB ഇടിച്ച് നിരത്തി. ആ JCBയുടെ പൈസയും കൂടെ അളി എൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരിയുടെ വീട്ടിൻ്റെ അപ്പുറത്ത് പൊടിയണ്ണൻ്റെ പെണ്ണിന് വിശേഷമുണ്ട്. പക്ഷേ ഇവളെ അറിയണത് ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ്. പുള്ളിക്കൊരു നിർബന്ധം, അവക്കാവാമെങ്കിൽ പിന്നെ എനിക്കെന്താ, അവക്കവിടെ ഇല്ലേ പിന്നെ എനിക്കെന്താ, പുള്ളിക്കാരനെ നിർബന്ധിച്ചു, അതും റെഡിയായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേടി ഇതാണ്, എൻ്റെ ഗ്രാഫ് താഴോട്ട് വരുമല്ലോ. താഴോട്ട് വരുമെന്ന് മാത്രമല്ല 2-ാം മാസം തൊട്ട് 9-ാം മാസം വരെ ഹോസ്പിറ്റലിൽ അവൾ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ കിടക്കണതിൻ്റെ ഇടയ്ക്ക് ഇവക്ക് അപ്പം പിസ്സ കഴിക്കണം. ഈ പിസ്സ എന്തിനാണെന്ന് ഈ പുള്ളിക്കാരൻ അറിഞ്ഞും കൂടാ. രാത്രി പാവപ്പെട്ടോ എന്ത് ചെയ്തു, ഓട്ടോ വിളിച്ച് പിസ്സ കടയിൽ പോയി. പിസ്സ ഹട്ടിൽ ചെന്നിട്ട് ഒരു 5 പിസ്സ പോരട്ടെ എന്ന് പറഞ്ഞു. എമൗണ്ട് എന്താണെന്ന് പുള്ളിക്കാരൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അവർക്ക് എമൗണ്ട് അറിയാമെന്നുള്ളത് ഒരു 5 പിസ്സ പാക്കറ്റിലാക്കി കൊടുത്തു. പുള്ളിക്കാരൻ്റെ അടുത്ത് എത്ര രൂപയായിരുന്നു ചോദിച്ചു പറഞ്ഞു 2500 രൂപ. പുള്ളിയുടെ പോക്കറ്റിൽ ആകെ ഉണ്ടായിരുന്ന 500 രൂപ. തലേ ദിവസം വാർക്കപ്പണിക്ക് പോയ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി 2000 രൂപ അവൻ്റെ നിന്ന് വാങ്ങിച്ച് പിസ്സ ഹട്ടുകാരന് കൊടുത്ത് പൈസ അവർക്ക് കൊടുത്ത് ആ കടവും തീർത്തു. ഈ 9 മാസം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ ബാലൻസ് 0 ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഇവളെ ഉന്തിത്തള്ളി ഗൾഫിലോട്ട് വിട്ടു. ഇപ്പം അവൾ കൊച്ചിനെ നോക്കി അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം 2-3 ദിവസം കൊണ്ട് എനിക്ക് ഈ തൊണ്ടവേദനയും ഡ്രൈനസും ഒക്കെ ആയതുകൊണ്ട് അവൾ എനിക്ക് കൂട്ടിരിക്കാനായിട്ട് വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോഴത്തെ അപ്പം വരുന്നത് വൈകുന്നേരമാണ്. ഞാൻ നോക്കുമ്പോൾ ഓട്ടോയിലാണ് വന്നത്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഓട്ടോയിൽ വന്നത്? എടി നിനക്ക് വയ്യാതിരിക്കല്ലേ? അപ്പം ഞാൻ രാവിലെ ആറ്റുവാ പോയി, പപ്പനാവനെ കാണാൻ പോയി, കരിക്കകത്ത് വന്നപ്പോൾ നല്ല സദ്യ, ഏതാണ്ട് കുർള എക്സ്പ്രസിൻ്റെ നീളത്തിൽ വരി കിടപ്പുണ്ട്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ പറഞ്ഞു, ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ ചോറ് തിന്നിട്ട് വരാമെന്ന്. അപ്പോൾ ആ വെയിറ്റിംഗ് ചാർജും കൂടെ കൂട്ടിയിട്ട് ഏതാണ്ട് 4300 രൂപ കൊടുക്കേണ്ടി വരും. എനിക്ക് ഏതാണ്ട് അടുത്തൊക്കെ പോകാണ്ട് വരുന്നു, അവിടെയൊക്കെ പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഈ വേസ്റ്റിൻ്റെ പുള്ളിക്കാരൻ്റെ പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. വേറൊരു വണ്ടി വിളിച്ച് ഈ വേസ്റ്റിനെ അപ്പം തന്നെ ഞാൻ അവളെ വീട്ടിലാക്കുകയും ചെയ്തു. Once upon a time, once upon a